ഇപ്പോൾ കൊച്ചിയിൽ തെരുവ് നായയുടെ ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിലേക്ക് മൃഗസ്നേഹികളുടെ പ്രതിഷേധം. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അലക്സ്, തെരുവ് നായ്ക്കൾ ജനങ്ങളുടെ സ്വൈരവികാരത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ അത്തരത്തിലൊരു കൂട്ടായ്മ സൃഷ്ടിച്ചത്. മൃഗസ്നേഹികൾ അവിടേക്കാണോ പ്രതിഷേധം നടത്തുന്നത്? എന്തൊക്കെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്നും അധികാരികൾ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നതിലും പ്രതിഷേധിച്ചാണ് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി മറൈൻ ഡ്രൈവിൽ ഒരു ദിവസത്തെ നിരാഹാര സൂചനാ സമരം ഇന്ന് രാവിലെ തുടങ്ങിയത്. എന്നാൽ പ്രതിഷേധവുമായി എത്തിയത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ മൃഗസ്നേഹികളായിരുന്നില്ല എന്നതാണ് ഇതിലെ വസ്തുത. മാധ്യമപ്രവർത്തകർ അടക്കം പ്രതീക്ഷിച്ചിരുന്നതും മൃഗസ്നേഹികൾ, അതായത് നായസ്നേഹികൾ ഇവിടെ പ്രതിഷേധവുമായി എത്തുമെന്നാണ്. പക്ഷേ അവരായിരുന്നില്ല വന്നത്. 13 വർഷം മുമ്പ് ചിറ്റിലപ്പള്ളിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള വീഗാലാൻഡിൽ നിന്ന് അപകടം സംഭവിച്ച് നട്ടെല്ല് തകർന്ന തൃശൂർ സ്വദേശി വിജേഷ് വിജയൻ എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമാണ് സമരപന്തലിലേക്ക് എത്തിയത്. വിജേഷ് വിജയൻ കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹം ചിറ്റിലപ്പള്ളിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിറ്റിലപ്പള്ളി അദ്ദേഹത്തെ കാണാൻ അനുവാദം നൽകുന്നില്ല, അവസരം ഇതുവരെ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർഗം സ്വീകരിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്ന സുഹൃത്തുക്കളും അദ്ദേഹവും ഞങ്ങളോട് പറഞ്ഞത്. ഇവരെ പ്രതിഷേധം നടക്കുന്ന നിരാഹാര സമരം നടക്കുന്ന പന്തലിനുള്ളിലേക്ക് കയറ്റിവിടാൻ വോളണ്ടിയേഴ്സായി നിന്നവർ അനുവദിച്ചില്ല. അപ്പോ പ്രതിഷേധം, അതായത് ഇവർ സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നഷ്ടപരിഹാര തുകയ്ക്കായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിറ്റിലപ്പള്ളിയോട് പലതവണ ഇതിനെപ്പറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിറ്റിലപ്പള്ളി കോടതിയിൽ പോയി കേസ് പറയുക, അങ്ങനെ നേടിയെടുക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇവരോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അതായത് അലക്സ്, ചിറ്റിലപ്പള്ളി നായ്ശല്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കുമ്പോൾ തൻ്റെ തന്നെ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ മനുഷ്യാവകാശ വിരുദ്ധ സമീപനം ഉണ്ടായിട്ട് അതിനോട് പ്രതികരിക്കാതെയാണ് താങ്കൾ ഇത് നടത്തുന്നത്. അതിലേക്കുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നത്. അതെ, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചിറ്റിലപ്പള്ളി എന്ന വലിയ മനുഷ്യസ്നേഹി, അതായത് കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം അവർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ഗുരുതര അവസ്ഥയിലാകുന്നതിനെതിരെ മനുഷ്യസ്നേഹിയായ ചിറ്റിലപ്പള്ളി രംഗിറങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്ത. എന്നാൽ ഇത്തരം മനുഷ്യസ്നേഹം എടുത്തു കാണിക്കുന്ന ഒരാൾ തന്റെ തന്നെ സ്ഥാപനത്തിൽ നടന്ന ഒരു സംഭവത്തിൽ അതിൽ ഇതുവരെ വർഷം 13 കഴിഞ്ഞിട്ടും അതിൽ ഇതുവരെ മനുഷ്യ സ്നേഹപരമായി യാതൊരു നടപടിയും നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രതിഷേധവുമായി എത്തിയ ചെറുപ്പക്കാരുടെയും വിജേഷ് വിജയന്റെ പരാതി. കൂടാതെ വിജേഷ് വിജയൻ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, സമാധാനപരമായി അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം ലഭിക്കും എന്ന് കരുതി വന്നതാണ്. അദ്ദേഹം ക്ഷണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പന്തലിൽ ഞാനും കൂടെ കയറിയിരുന്ന് നായ്ശല്യത്തിനെതിരെ സമരം പ്രഖ്യാപിക്കും, നിരാഹാരം അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങൾ യാതൊരുവിധ പ്രശ്നത്തിനും വന്നതല്ല, ഞാനും മനുഷ്യനല്ലേ. അദ്ദേഹം വീൽ ചെയറിലാണ് അവിടേക്ക് എത്തിയത്. ഞാനും മനുഷ്യനല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കഴിഞ്ഞ 13 വർഷമായി അദ്ദേഹം വീൽ ചെയറിലാണ്. ഇപ്പോഴും അദ്ദേഹവും സുഹൃത്തുക്കളും പറഞ്ഞതനുസരിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ താങ്ങാകേണ്ട ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം വീൽ ചെയറിലാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് തന്നെയാണ് അജിംഷാദ്. ശരി അലക്സ്, കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി നായ്ക്കൾക്ക് എതിരെ സമരം നടത്തുമ്പോൾ സ്വന്തം സ്ഥാപനത്തിൽ നടത്തിയ മനുഷ്യാവകാശ വിരുദ്ധതയോട് കണ്ണടയ്ക്കുന്നു എന്ന് ആക്ഷേപിച്ചാണ് പ്രതിഷേധം അവിടേക്ക് അരങ്ങേറിയത്. ഇതിന്റെ വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്.